നമസ്കാരം. ചില ആളുകൾക്ക് ഞാൻ എന്നാണ് പറയുന്നത്, കാണുന്നതിൽ പകുതി വിശ്വസിക്കുക, ഊഹാപോഹങ്ങൾ ചെവിക്കൊള്ളരുത്, പിന്നെ നുണ പറയുന്ന ഒട്ടും കേൾക്കരുത്. പക്ഷേ ഇതെല്ലാം ഈ കാര്യത്തിൽ ആപ്ലിക്കബിളാണ്. നമ്മുടെ പുരാണ കാലം തൊട്ട് തന്നെ ഈ രതിക്ക് ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും. നമ്മുടെ പുരാണത്തിൽ തന്നെ പറയുന്നത് ചില രാജാക്കന്മാർ, ഈ മുഗൾ രാജാക്കന്മാരുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അവർ മുഴുക്കെ ഒരു പ്രായമായി കഴിഞ്ഞാൽ ഇവർക്ക് ലൈംഗിക ശേഷി കുറയും. അപ്പോൾ അതിന് ഇവരെന്താണ് ചെയ്യുന്നത്? ഈ നയനഭോഗം പകുതി ഭോഗം എന്നാണ് പറയുന്നത്. അതായത് കണ്ണുകൊണ്ട് രമിക്കുക എന്നുള്ളതാണ്. അതായത് കാഴ്ച എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരാൾ നമ്മുടെ ഈ 3D പിക്ചർ പോലെ ഒരാൾ ആണോ പെണ്ണോ നമ്മുടെ ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഇട്ടിരുന്നാൽ തന്നെയും അകത്ത് എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന ഒരു രഹസ്യം, എല്ലാവർക്കും രഹസ്യമായിട്ടുള്ള പരസ്യമാണത്. ചില രാജാക്കന്മാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അന്ന്. ഈ മുഗൾ രാജാക്കന്മാർ ഇവർക്ക് എത്രയോ പത്നികളാകാമല്ലോ. ഈ മനുഷ്യൻ്റെ ഈ ലൈംഗിക ശേഷിക്ക് ഒരു പരിധി വരെ എല്ലാം നമുക്ക് നിയന്ത്രിക്കാനും അതിന് നാച്ചുറലായിട്ടുള്ള എല്ലാ പ്രൊട്ടക്ഷനും വരും. ഈ പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമിതമായാൽ അമൃതം വിഷമെന്ന് പറഞ്ഞ പോലെ ഈ സെക്സ് അമിതമായിട്ടാണ്. ഇവർക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓർഡർ കൊടുക്കുക, കാര്യങ്ങൾ. അന്ന് രജപുത്ര സ്ത്രീകളെ മുഗൾ രാജാക്കന്മാരെല്ലാം ഭാര്യമായിട്ട് വെച്ചിരുന്നു. അത് സത്യമാണ്. അവർക്കങ്ങനെ ഒളിവോ മറവോ ഒന്നുമില്ല. ഈ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ മുഴുവനെ നിർത്തിയിട്ട് ആസ്വദിച്ചിട്ട് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിന് വിളിക്കും. ഇയാളെ കൊണ്ട് സാധ്യതയൊന്നുമില്ലല്ലോ. അപ്പോൾ അതിലൊരു ഭടനെ വിളിക്കും. വിളിച്ചു കഴിഞ്ഞിട്ട് രമിക്കാൻ പറയും. ഇത് കണ്ടാണ് ഇയാൾ ആസ്വദിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് പേര് പറഞ്ഞൊന്നും പറയാനോ പറ്റത്തില്ല. ഇങ്ങനെ ചില ആളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറെ, എനിക്ക് എൻ്റെ ഭാര്യയായിട്ട് എനിക്ക് ബന്ധപ്പെടുന്നത് എനിക്കിഷ്ടമല്ല, പക്ഷേ അവളുമായിട്ട് ആരെങ്കിലും ഒന്ന് രമിക്കുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിന് വേണ്ടിയിട്ട് അവരൊന്നിലെ കൂട്ടുകാരെയോ അല്ലെങ്കിൽ അവിടെ കൂട്ടുകാരെ ആരെങ്കിലും വിളിച്ചിട്ട് ഇവർ ഇത് കണ്ട് സുഖിക്കുകയാണ്. ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഈ ഡെവലപ്ഡ് കൺട്രീസ് പറയുന്ന ഒരു രാജ്യം നമുക്കെടുക്കാം, ജർമ്മനി. അവിടെ ഈ പീപ്പ് ഷോ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് അന്ന് ജർമ്മനിൽ ആദ്യത്തെ നാണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂഷ്യ മാർക്കെന്ന് പറയും. ഇപ്പോൾ അത് യൂറോ ആണ്. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് സെൻറ്റേഴ്സ് ഇഷ്ടം പോലെയുണ്ട്. ആ സെൻറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ അവർ എഴുതി വെച്ചിരിക്കും പീപ്പ് ഷോ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വശവും ഇങ്ങനെ ഒരു മുറി ഉണ്ടാക്കിയിട്ട് അതിനകത്തൊരു കറങ്ങുന്ന ഒരു സോഫ അല്ലെങ്കിൽ ബെഡ് പോലെ ഇങ്ങനെ റൗണ്ടായിട്ടുള്ള ഒരു ടേബിളിനകത്ത് ഒരു ആരോഗ്യമുള്ളൊരു ആണിനെയും പെണ്ണിനെയും കൂടെ വന്നിട്ട് വസ്ത്രമൊന്നും ഇല്ലാതെ രമിക്കുന്നവർക്ക് കാണാം. അതിന് പീപ്പ് ഷോ എന്നാണ്. ഓരോ ജനലിൽ വെച്ചിട്ടുണ്ട്, അതിൽ പൈസ ഇട്ടുകൊണ്ട് ആളുകൾക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. അതിന് 1 മണിക്കൂറിന് ഇത്ര യൂറോ എന്നുള്ള ഒരു വെച്ചിട്ടുണ്ട്, ഇത് കാണാം. പക്ഷേ ഇത് നല്ലൊരു ഭൂരിഭാഗം ആളുകളും പോകുന്ന ആരാണ്? വയസ്സുള്ള ആളുകളാണ്. ചെറുപ്പക്കാർക്ക് ഇവിടെ വേറെ സ്ഥലമുണ്ട്. കാരണം അവിടെ നമ്മളിവിടുത്തെ പോലെയല്ല. അവിടെ പ്രോസ്റ്റിറ്റ്യൂഷന് പ്രത്യേക ലൈസൻസ് കൊടുക്കുന്നുണ്ട്. ആ ലൈസൻസ് പറഞ്ഞാൽ ഫിസിക്കലായിട്ടാണെന്നോ മറ്റു രോഗങ്ങളൊന്നുമില്ല എന്നുള്ളതിന് അവർ ലൈസൻസ് കൊടുത്ത് ഈ ചെറുപ്പക്കാരെല്ലാം അതിനങ്ങ് പോകും. ആണുങ്ങൾ പോയിട്ട് കാര്യമില്ലല്ലോ. അവർ പീപ്പ് ഷോയും കാണും. എന്ന് പറഞ്ഞാൽ ഈ ലൈംഗിക ആസക്തി ആളുകൾക്ക് പല രീതിയിലാണ്. ചില ആൾക്ക് ചിലത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം, ചിലർ കണ്ടുകൊണ്ടിരിക്കണം, ചിലർക്ക് സ്പർശിക്കണം. സ്പർശനശക്തി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത്രയോ കോടീശ്വരന്മാർ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ഈ രാത്രി കാര്യങ്ങൾ നമുക്കറിയത്തില്ലല്ലോ. അവർക്കൊരു പെണ്ണിനെ കെട്ടിപ്പിടിച്ചിരിക്കുക അല്ലെങ്കിൽ അവളെ തലോടിക്കൊണ്ടിരിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് അവർക്കൊരു സാറ്റിസ്ഫൈഡാണ്. പിന്നെ ലൈംഗിക രതികളുടെ ആ രഹസ്യങ്ങൾ പറ്റി നമുക്ക് വിളിച്ച് പറയാൻ സമൂഹത്തിൽ പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാര്യം ഇതെല്ലാ ആളുകൾക്കും കണ്ടുകൊണ്ടിരിക്കേണ്ടതല്ലേ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മുടെ രഹസ്യമായിട്ട് ചെയ്യുന്നതൊന്നും നമുക്ക് പരസ്യപ്പെടുത്താൻ പാടില്ല. പക്ഷെ എന്നിരുന്നാലും ആളുകൾക്കിതെല്ലാം അറിയാം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷൻ വളരെ പുവറാണ്. ഒരു 90% കൂടുതൽ കോളേജ് അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളും മദ്യത്തിനും ഇതിനും എല്ലാം അടിമകളുമാണ്.
ഞാൻ ഇത്രയും പറഞ്ഞെങ്കിൽ തന്നെയും നിങ്ങൾക്കൊരു പ്രയോജനം വരുന്നതിന് ഞാൻ 1-2 കാര്യങ്ങളുടെ പറയാം. ഈ മാറാത്ത എല്ലാ രോഗങ്ങൾക്കും പ്രതിവിധി ഉള്ള ഒരു സിസ്റ്റമാണ് ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ അല്ലെങ്കിൽ ഹോളിസ്റ്റിക് മെഡിസിൻ. അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും സർജിക്കലായിട്ടും ഒരു പരിധിവരെ നമുക്കതിന് സുഖം പ്രാപിക്കാൻ സാധിക്കും. ഉദാഹരണം, കേൾവിയില്ലാത്തവർക്ക് ഊമകൾക്ക് സംസാരിക്കാൻ പറ്റും, പിന്നെ ഈ തളർവാദം പിടിച്ചവർക്ക് നടക്കാൻ പറ്റും, എല്ലാവർക്കും ഇല്ല ഒരു പരിധിവരെ. പിന്നെ പ്രധാനമായിട്ടുള്ളത് ഈ നമ്മുടെ ബൈപ്പാസ് സർജറി ഒഴിവാക്കാം, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കാം, ആൻജിയോഗ്രാം ഒഴിവാക്കാം. ഇതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റാണ്. ഇത് യൂറോപ്പിലും അമേരിക്കയിലും പോയി ചെയ്യേണ്ടത്. നമ്മൾക്ക് പിന്നെ പല സെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ തന്നെയും ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു സെൻറ്ററും കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം. അത് തമ്മിൽ നമസ്കാരം.